ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എന്റെ പേര് കിരൺ. എല്ലാവർക്കും സുന്ദരെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. നമുക്കറിയാം 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാര്യക്ഷമമായിട്ട് ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ മാനേജർ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചുകഴിയാം, 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് ഏകോപിപ്പിക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് പോൾ മാനേജർ. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റോഡ് സുരക്ഷാ പദ്ധതിയാണ്. അതിന്റെ പേര് സേഫ് സോൺ എന്നാണ്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരള മോട്ടോർ വകുപ്പും അതുപോലെ തന്നെ കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു റോഡ് സുരക്ഷാ പദ്ധതിയാണ് സേഫ് സോൺ എന്നുള്ളത്. എല്ലാ വർഷവും നടത്തുന്ന ഒരു പദ്ധതിയാണ് ഈ സേഫ് സോൺ എന്നുള്ളത്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരള റോഡ് സേഫ്റ്റി അതോറിറ്റിയും അതുപോലെ തന്നെ കേരള മോട്ടോർ വകുപ്പും ചേർന്ന് എല്ലാ വർഷവും നടത്തുന്ന ഒരു റോഡ് സുരക്ഷാ പദ്ധതിയാണ് സേഫ് സോൺ എന്നുള്ളത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമിനെ പറ്റിയാണ്. നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ്, കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ബെസ്റ്റ് സ്റ്റേറ്റ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ബെസ്റ്റ് ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇൻ ഫിഷറീസ്. അപ്പോൾ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ അവാർഡായ ബെസ്റ്റ് ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇൻ ഫിഷറീസ് പുരസ്കാരം 2020 ലഭിച്ചിരിക്കുന്നത് അസമിനാണ്. അതുപോലെ തന്നെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ബെസ്റ്റ് മറൈൻ സ്റ്റേറ്റ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഒഡീഷയ്ക്കാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് ഇൻലാൻഡ് സ്റ്റേറ്റ് ഇൻ ഫിഷറീസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിനാണ്. അപ്പോൾ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ, കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന് കീഴിലെ നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ ബെസ്റ്റ് ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ഇൻ ഫിഷറീസ് പുരസ്കാരം ലഭിച്ചിരിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസമാണ്. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ ഗിരിരാജ് സിംഗ് ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാ വർഷവും നവംബർ മാസം 19 നാഷണൽ ഇന്റഗ്രേഷൻ ഡേ അല്ലെങ്കിൽ ദേശീയോദ്ഗ്രഥന ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ജന്മവാർഷികമാണ് നമ്മൾ നാഷണൽ ഇന്റഗ്രേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം എന്നാണ്? ഒക്ടോബർ മാസം 31. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു നാവികാഭ്യാസത്തെ പറ്റിയാണ്. റീസെന്റ് ആയിട്ട് നടന്ന ഒരു നാവികാഭ്യാസം. അതിന്റെ പേര് ഇൻഡോ തായ് കോർഡിനേറ്റഡ് പട്രോൾ എന്നാണ്. അപ്പൊ ഇന്ത്യൻ നാവികസേനയും അതുപോലെ തന്നെ റോയൽ തായ് നേവിയും തമ്മിൽ 2020 നവംബറിൽ നടന്ന നാവികാഭ്യാസമാണ് ഇൻഡോ തായ് കോർഡിനേറ്റഡ് പട്രോൾ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടക്കുന്ന സൈനികാഭ്യാസത്തിന്റെ പേരെന്തുവാണ്? മൈത്രി എന്നാണ്. തായ്ലൻഡിന്റെ തലസ്ഥാനം നമുക്കറിയാം ബാങ്കോക്ക് ആണ്. തായ്ലൻഡിന്റെ കറൻസി ബാട്ട് ആണ്. തായ്ലൻഡിന്റെ പ്രധാനമന്ത്രി പ്രയുത് ചാൻ ഓച്ചയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് പ്രോജക്ട് കിരാന എന്നാണ്. ഇന്ത്യയിലെ വനിതാ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന ലക്ഷ്യമിട്ടുകൊണ്ട് മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് USAIDയും ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് കിരാന എന്നുള്ളത്. അപ്പോൾ പ്രോജക്ട് കിരാന എന്ന പദ്ധതി ആരംഭിക്കുന്നത് ആരൊക്കെ ചേർന്നിട്ടാണ്? ഫിനാൻഷ്യൽ സ്ഥാപനമായ മാസ്റ്റർ കാർഡും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റും ചേർന്നാണ്. മാസ്റ്റർ കാർഡിന്റെ CEO ആരാണ്? അജയ് ബാങ്കയാണ്. മാസ്റ്റർ കാർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ന്യൂയോർക്കിലാണ്. അതുപോലെ USAIDയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വാഷിംഗ്ടൺ DC ആണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേ ആണ്. എല്ലാ വർഷവും നവംബർ മാസം 21 വേൾഡ് ഫിഷറീസ് ഡേ ആയിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ നാഗാലാൻഡിനെ പറ്റിയാണ്. 2020 നവംബറിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റമിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നാഗാലാൻഡിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് നാഗാലാൻഡിലെ കോഹിമയിലെ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഓർമ്മിച്ചു ചെയ്യാം, 2020 നവംബറിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റമിൽ ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച നാഗാലാൻഡിലെ ആദ്യ പോലീസ് സ്റ്റേഷനാണ് കോഹിമയിലെ നോർത്ത് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ നാഗാലാൻഡിന്റെ ക്യാപിറ്റലാണ് കോഹിമ. നാഗാലാൻഡ് ഗവർണർ ശ്രീ RN രവിയാണ്. മുഖ്യമന്ത്രി ശ്രീ നെഫ്യൂ റിയോയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഓഷോ കോർപ്പ് ഗ്ലോബലിനെ പറ്റിയാണ്. 2020 നവംബറിൽ പ്രതിരോധ ഉപകരണ നിർമ്മാണത്തിന് ഇന്ത്യൻ ആർമിയുമായിട്ട് ധാരണയിലായ സ്വകാര്യ സ്ഥാപനമാണ് ഓഷോ കോർപ്പ് ഗ്ലോബൽ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കാം, 2020 നവംബറിൽ പ്രതിരോധ ഉപകരണ നിർമ്മാണത്തിന് ഇന്ത്യൻ ആർമിയുമായിട്ട് ധാരണയിലായിരിക്കുന്നത് ന്യൂഡൽഹി ആസ്ഥാനമായുള്ള ഓഷോ കോർപ്പ് ഗ്ലോബലാണ്. ഇന്ത്യൻ ആർമിയുടെ ചീഫ് ആരാണ്? മേജർ മനോജ് മുകുന്ദ് നരവണെയാണ്. അതുപോലെ ഓഷോ കോർപ്പ് ഗ്ലോബലിന്റെ CEO ആയിട്ടുള്ള വ്യക്തി അശുതോഷ് ഖാത്തയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പദ്ധതിയാണ്. അതിന്റെ പേര് സഫായി മിത്ര സുരക്ഷാ ചാലഞ്ച് എന്നാണ്.
വേൾഡ് ടോയ്ലറ്റ് ഡേ നവംബർ മാസം 19 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ വേൾഡ് ടോയ്ലറ്റ് ഡേയോടനുബന്ധിച്ച് സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷയ്ക്കായിട്ട് കേന്ദ്ര ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം ആരംഭിക്കുന്ന പദ്ധതിയാണ് സഫായി മിത്ര സുരക്ഷാ ചാലഞ്ച് എന്നുള്ളത്. അപ്പോൾ സഫായി മിത്ര സുരക്ഷാ ചാലഞ്ച് എന്ന പദ്ധതി ആരംഭിക്കുന്നത് ഏത് മന്ത്രാലയമാണ്? കേന്ദ്ര ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയമാണ്. സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ മുൻനിർത്തി ആരംഭിക്കുന്ന പദ്ധതിയാണ് സഫായി മിത്ര സുരക്ഷാ ചാലഞ്ച് എന്നുള്ളത്. ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ്. അപ്പോൾ ഓർമ്മിച്ചു വെച്ചേക്കാം, സഫായി മിത്ര സുരക്ഷാ ചാലഞ്ച് എന്ന പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് സെപ്റ്റിക് ടാങ്ക് ക്ലീനിംഗിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷയ്ക്കായിട്ട് കേന്ദ്ര ഹൌസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മന്ത്രാലയമാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രിക്സ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മയുടെ ഔദ്യോഗിക ബാങ്കായ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിനെ പറ്റിയാണ്, NDBയെ പറ്റിയാണ്. NDBയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ചൈനയിലെ ഷാങ്ഹായിലാണ്. അപ്പോൾ ബ്രിക്സ് രാജ്യങ്ങളുടെ ഔദ്യോഗിക ബാങ്കായ NDB ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS ഈ പ്രോജക്ടിനായിട്ട് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലിമിറ്റഡ് NCRTCക്ക് $500 മില്യൺ വായ്പ അനുവദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം പ്രോജക്ടിന് $500 മില്യൺ വായ്പ അനുവദിച്ചിരിക്കുന്ന അന്തർദേശീയ ബാങ്കാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചൈനയിലെ ഷാങ്ഹായിലാണ്. നിലവിലെ പ്രസിഡന്റ് മാർക്കസ് ട്രോയ്ജോ ആണ്. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് പ്രമുഖ ചൈനീസ് രാഷ്ട്രീയ നിരീക്ഷകനായ ആഡം യാവ് ലിയുവിനെ പറ്റിയാണ്. 2020 നവംബറിൽ എക്സിം ബാങ്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രിക്സ് എക്കണോമിക് റിസർച്ച് അവാർഡിന് അർഹനായിരിക്കുന്നത് ആഡം യാവ് ലിയുവിനാണ്. അപ്പോൾ പ്രമുഖ ചൈനീസ് രാഷ്ട്രീയ നിരീക്ഷകനായ ആഡം യാവ് ലിയുവിനാണ് 2020 എക്സിം ബാങ്കിന്റെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രിക്സ് എക്കണോമിക് റിസർച്ച് അവാർഡിന് അർഹനായിരിക്കുന്നത്. എക്സിം ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് അക്കോർഡ് ഇന്ത്യയുടെ ചെയർമാനായ ഡോക്ടർ ബിഷ് അഗ്രവാളിനെ പറ്റിയാണ്. 2020 നവംബറിൽ അസോസിയേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് സെർച്ച് ആൻഡ് ലീഡർഷിപ്പ് കൺസൾട്ടൻസ് AESCയുടെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ ബിഷ് അഗ്രവാളാണ്. AESCയുടെ അസോസിയേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് സെർച്ച് ആൻഡ് ലീഡർഷിപ്പ് കൺസൾട്ടൻസിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലെ ന്യൂയോർക്കിലാണ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 ബുക്കർ പ്രൈസ് ജേതാവ് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ജേതാവ് ആരെന്നും അദ്ദേഹത്തിന്റെ ഏത് നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചതെന്നും നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക. ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ സ്ക്രീനിന്റെ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്ന ചോദ്യമാണ് 2030 സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പുതിയ സാക്ഷരതാ പദ്ധതിയുടെ പേര് എന്താണെന്നുള്ളത്. ഈ പദ്ധതിയുടെ പേരാണ് പഠന ലിഖ്ന അഭിയാൻ എന്നുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ രമേശ് പോഖ്രിയാൽ നിഷാങ്ക് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയിലെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയിലെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഡെയിലി കറന്റ് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.